ഹായ് ഓൾ, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇപ്പോൾ നമ്മുടെ കയ്യിൽ നെയിൽ പോളിഷുകളൊക്കെ കഴിഞ്ഞു തുടങ്ങി, പല കളേഴ്സിലുള്ള നെയിൽ പോളിഷുകളൊക്കെ കഴിഞ്ഞു തുടങ്ങി. അതിന് പകരമായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ഐഡിയ കേട്ടോ. അപ്പോൾ അത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല, പക്ഷേ ഈ ഒരു മെത്തേഡ് ആർക്കെങ്കിലുമൊക്കെ ചെയ്യാൻ ഉപകാരമായിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാനൊന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കിയിട്ട് സക്സസ് ആയതാണ് എനിക്ക്. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒരു ഹാക്ക് പോലത്തെ ഒരു വീഡിയോ ആയിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മളുടെ വെറൈറ്റി കളേഴ്സ് നെയിൽ പോളിഷൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലത്തെ ഒരു സംഭവം യൂസ് ചെയ്യാം. അപ്പോൾ ഇതെന്താണെന്ന് നോക്കാം. ഇതിപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് നോർമൽ നെയിൽ പോളിഷാണ് കേട്ടോ. നിങ്ങൾ പലരും വീഡിയോയിൽ ഈ ഒരു കളർ കണ്ടിട്ടുണ്ടായിരിക്കും. ഇതിപ്പോൾ ഇവിടെ നിന്ന് മേടിച്ചൊരു ബ്രാൻഡാണ്. അപ്പോൾ നമുക്ക് നമ്മളുടെ നെയിൽ പോളിഷ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇടാനായിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു ട്രാൻസ്പെറൻറ്റ് കളർ നെയിൽ പോളിഷ് ഉണ്ടെങ്കിൽ അത് ആദ്യമേ നമ്മളുടെ കൈമ ഒരു കോട്ട് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ട്രാൻസ്പെറൻറ്റ് കളർ ഇല്ലെങ്കിലും കുഴപ്പമില്ല, അത് എന്തിനാണെന്ന് നിങ്ങൾക്ക് വഴിയെ മനസ്സിലാവും കേട്ടോ. ഏതെങ്കിലും കളർ ഇട്ട് കൊടുക്കാം. ഓക്കെ, അപ്പോൾ അതിന് പ്രത്യേകിച്ചൊന്നുമില്ല. അതായത് നമ്മളുടെ നെയിലിനെ ഒന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബേസ് കോട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഏത് കളർ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ആ ഒരു ഫിംഗർമേ നമ്മൾ സാധാരണ ഈ ഒരു നെയിൽ പോളിഷ് ഇട്ടിട്ടുണ്ട്. ഇതുമേ നമുക്ക് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ബാക്കിയുള്ള ഇതുമേലല്ലാതെ നമ്മൾ ആ ട്രാൻസ്പെറൻറ്റ് കളർ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു നെയിൽ പോളിഷ് സ്റ്റിക്കായിട്ടുള്ള ഏതെങ്കിലും ഒരു നെയിൽ പോളിഷിൻ്റെ ഈ ഒരു ബ്രഷാണ് കേട്ടോ. ഓക്കെ, അതൊന്ന് ക്ലീൻ ചെയ്തെടുക്കുക. നിങ്ങൾ നെയിൽ പോളിഷ് റിമൂവറിലൊന്ന് ആക്കി എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ കളറൊക്കെ പോയി നല്ല ക്ലീനായിട്ട് കിട്ടും. എന്നിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാ നമ്മുടെ ആക്രിലിക് പെയിൻറ്റ്സ് ആണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ഇപ്പം ഞാൻ ഈ ചെയ്യുന്നത് ഒരു ഗോൾഡ് കളറാണ്. ഇപ്പോൾ ഈ ആക്രിലിക് പെയിൻറ്റ് പേൾ ആക്രിലിക് ആണ്. അപ്പോൾ ഒരു നല്ല ഷൈനിങ് ആയിട്ടുണ്ടാവും. അതാണ് ചെയ്യുന്നത്. അത് നമ്മൾ ജസ്റ്റ് നെയിൽ പോളിഷ് എടുക്കുന്ന പോലെ തന്നെ എടുത്തിട്ട് നമ്മൾ നെയിലിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, ഇതാ കണ്ടോ, സാധാരണ പോലെ തന്നെ ആ ഒരു നെയിൽ പോളിഷിൻ്റെ ബ്രഷ് വെച്ച് യൂസ് ചെയ്ത് അതുപോലെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇനി ഞാനിവിടെ ഒരു മജന്ത കളറൊന്ന് ട്രൈ ചെയ്യുകയാണ് കേട്ടോ. ഓൾറെഡി ഞാൻ ഇട്ടു, പിന്നെ അത് കിട്ടിയില്ല. ഓക്കെ, കണ്ടോ, അപ്പോൾ ഒരു മജന്ത കളറും നമ്മൾ ഈ ഒരു ഇത് ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു പർപ്പിൾ കളറാണ് യൂസ് ചെയ്യുന്നത്. ഇത് ഒരു പർപ്പിളാണ്, ഇത് വേറൊരു പർപ്പിളാണ് കേട്ടോ. ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് നിങ്ങൾ കാണുന്നുണ്ടാവും എൻ്റെ വീഡിയോയിൽ. ഒരു 2 ആഴ്ചയായിട്ട് ഈ ഒരു ഡാർക്ക് ബ്ലൂ ആണ് എൻ്റെ ഫിംഗറിൽ എപ്പോഴും കാണുന്നത്. അത് ശരിക്കും ഈ ഒരു ആക്രിലിക് കളേഴ്സ് വെച്ചിട്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളതാണ് കേട്ടോ. എന്നുവെച്ചാൽ എൻ്റെ നെയിൽ പോളിഷ് മിസ്സായിപ്പോയി, എവിടെയോ മോനെ എടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടിട്ടോ എന്തോ കാണാതെ പോയി. അപ്പോൾ അങ്ങനെ പെട്ടെന്ന് വീഡിയോ എടുക്കുന്ന സമയത്ത് നെയിൽ പോളിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്തപ്പോൾ അങ്ങനെയാണ് ഈ ഒരു പെട്ടെന്ന് ആക്രിലിക് കളേഴ്സ് ഓൾറെഡി നെയിൽ പോളിഷ് ചെയ്തതുണ്ടായിരുന്നു. അതിൻ്റെ മുകളിൽ ഞാൻ എടുത്തിടുമായിരുന്നു. അത് വേറെ കളറായിരുന്നു. അതിൻ്റെ മുകളിൽ ഞാൻ ഇതുപോലെ നെയിൽ പോളിഷ് എടുത്തിടുകയാണ് ചെയ്തത്. എന്നിട്ട് ഞാൻ 2 ആഴ്ചത്തെ വീഡിയോ നമുക്ക് കണ്ടറിയാം. ഈ ഒരു കളർ വെച്ചിട്ട് തന്നെയാണ് ഞാൻ ചെയ്തത്. അത് പോയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല, അത് നന്നായിട്ട് തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. കണ്ടോ, നമ്മുടെ നെയിൽ പോളിഷും ആക്രിലിക് കളേഴ്സും തമ്മിലുള്ള ഇത് കാണുന്നില്ലേ നിങ്ങൾക്ക്? ഒരു ഭാഗത്ത് ഒരിത്തിരി പോയിട്ടോ. രണ്ടും തമ്മിൽ ഏകദേശം ഒരുപോലെ തന്നെയാണ് ഇരിക്കുന്നത്. അങ്ങനെ വലിയ വ്യത്യാസങ്ങളൊന്നുമായിട്ട് നമുക്ക് ഫീൽ ചെയ്യുമൊന്നുമില്ല കേട്ടോ. ഇനി വേണമെങ്കിൽ മാത്രം നമുക്ക് ഇതിൻ്റെ മുകളിൽ നമ്മുടെ ഈ ട്രാൻസ്പെറൻറ്റ് നെയിൽ പോളിഷ് ഉണ്ടല്ലോ അത് അടിച്ചു കൊടുക്കാം. പക്ഷേ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഞാനിതുമ്മ ട്രാൻസ്പെറൻറ്റ് പിന്നെ അടിച്ചു കൊടുക്കുന്നൊന്നുമില്ല കേട്ടോ. ഓൾറെഡി ഉള്ളിലിട്ട ആ ഒരു കോട്ട് മാത്രമാണ് വെക്കുന്നുള്ളൂ. സാധാരണ നെയിൽ പോളിഷ് ചെയ്ത പോലെ തന്നെയുണ്ട് കേട്ടോ. പക്ഷെ നമ്മളെപ്പോഴും ഒരു ബേസ് കോട്ട് നമ്മുടെ നെയിലുമേ എന്തെങ്കിലും ഒരു കളർ നെയിൽ പോളിഷ് ഇട്ട് കൊടുത്താൽ മാത്രമാണ് നന്നായിട്ട് നിൽക്കാറുള്ളൂ കേട്ടോ. അതല്ല നമ്മൾ ആ ഒരു ബേസ് കോട്ട് ഇടാതെ ഈ ആക്രിലിക് കളേഴ്സ് നമ്മൾ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അത് പെട്ടെന്ന് പൊളിഞ്ഞു പോരുന്ന പോലെ തോന്നും കേട്ടോ. താഴെ ഒരു ബേസ് കോട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ നെയിലിനും നല്ലതാണ്. അതുപോലെ തന്നെ അറിയില്ലല്ലോ, അക്രിലിക് പെയിൻറ്റ്സ് ആകുമ്പോൾ എത്രത്തോളം നല്ലതാണെന്ന് അറിയില്ലല്ലോ. റൈറ്റ് ഹാൻഡ്മ സാധാരണ ഇടാൻ പാടില്ല എന്ന് പറയാം. പക്ഷെ ഞാൻ ഈ വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് കേട്ടോ ഞാനിത് ഇട്ടത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ബേസ് കോട്ട് അടിച്ചു കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ നമ്മുടെ ആക്രിലിക് കളേഴ്സ് നമുക്ക് യൂസ് ചെയ്യും. ഇപ്പോൾ കണ്ടോ, ഒരു എണ്ണത്തുമ്പോൾ മാത്രമാണ് ഞാൻ ആക്രിലിക് കളേഴ്സ് നമ്മുടെ നെയിൽ പോളിഷ് യൂസ് ചെയ്തിട്ടുള്ളത്. ബാക്കി എല്ലാത്തമ്മിലും നമ്മുടെ ആക്രിലിക് കളേഴ്സാണ് യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതെനിക്ക് ലാസ്റ്റ് ടൈം ചെയ്തു ഒരു 2 ആഴ്ചയോളം ഏകദേശം. സാധാരണ നമ്മുടെ നോർമൽ നെയിൽ പോളിഷ് ഇടുന്ന പോലെ കേട്ടോ, നല്ല ബ്രാൻഡഡ് നെയിൽ പോളിഷ് ഇടുന്ന പോലെ ലാസ്റ്റ് ചെയ്തില്ല. പിന്നെ നമ്മൾ എല്ലാ പണികളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും കുഴപ്പമില്ലാതെ നിന്നിരുന്നു. ആ ഒരു 1.5 ആഴ്ചത്തോളം ഞാൻ യൂസ് ചെയ്ത നെയിൽ പോളിഷ് മാറ്റാതെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്തിരുന്നതാണ് കേട്ടോ. നിങ്ങൾക്ക് കണ്ടാലറിയാം എൻ്റെ വീഡിയോയിൽ. ഇപ്പോൾ കഴിഞ്ഞ 1.5 ആഴ്ചയായിട്ട് ഞാൻ യൂസ് ചെയ്തിരുന്ന നെയിൽ പോളിഷ് ഇത് തന്നെയാണ്. സെയിം ആക്രിലിക് യൂസ് ചെയ്തിട്ടുള്ള ആ ഒരു പർപ്പിൾ കളറാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. പിന്നെ അത്ര സേഫ് ആണോ എന്ന് ചോദിച്ചാൽ അത്ര
സേഫ് ആണെന്നൊന്നും അറിയില്ല. പലർക്കും അലർജികളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്തിട്ട് മാത്രം ഇടുക. പിന്നെ അതുപോലെ തന്നെ നമ്മളുടെ ഈ ബേസ് കോട്ട് അടിച്ചു കൊടുക്കുക. ട്രാൻസ്പെറൻറ്റ് ഉള്ളവരാണെങ്കിൽ അത് അടിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ ഏതെങ്കിലും നെയിൽ പോളിഷ് എന്തെങ്കിലും കളർ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒരു കോട്ടെങ്കിലും അടിച്ചു കൊടുക്കുക. കുറേശ്ശെയായിട്ടാണെങ്കിലും അടിച്ചു കൊടുക്കുക. അതിന് ശേഷം നമ്മുടെ കയ്യിൽ അക്രിലിക് പെയിൻറ്റ്സ് ഉണ്ടെങ്കിൽ അത് വെച്ച് ട്രൈ ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഒരു ഹാക്കാണ്, എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ബൈ ബൈ.